ഹലോ പറയണ എന്താ പരിപാടി? വാസണ്ണ ഒരു ഫോട്ടോ അയച്ചുതരാവേ. ഓക്കെ ബോബേ നീ എവിടെ? ഞാൻ അണ്ണന്റെ തലയ്ക്ക് മുകളിലുണ്ട്. ഗ്യാങ് ഹൗസ് ഇറക്ക വണ്ടി. ബാബു ചേട്ട് മാളക്കുട്ടിയാണത്. ഇവൻ മലയെ കൊണ്ടുപോയി പണി തുടങ്ങിയ മാളക്കുട്ടി അത് പുലിനെ കൂടെ വെച്ചിട്ട് എന്നെ വിളിക്കുവോ നോക്കട്ടെ. ഞാൻ എന്നെ വിളിക്കുവോ നോക്കട്ടെ. ബോബെ കേറ്. കൂത്താട്ടോ മുതുക്ക് കൂത്താട്ടോ ബോബെ കേറി. വന്നു ഞാൻ വന്നു പറയല്ലേ, ഞാൻ വന്നു പറയണ്ടായിരുന്നു. വന്നിട്ട് ഇറങ്ങി ദേഷ്യപ്പെട്ട് ഇറങ്ങി ആരുണ്ട്. വന്നിട്ട് ആരുമില്ല. അലീനെയും കുട്ടിയും പോലെ 1v2 ഒക്കെ ചന്തി നമ്മളെ വാസന വന്നിട്ട് വിളിച്ചത് വിഷമമാണ് കേട്ടോ. പുള്ളി വന്നിട്ട് ഇറങ്ങി. എന്റെ അടുത്തൊക്കെ ഇങ്ങനെ കെട്ടടിച്ചിട്ട് ഇറങ്ങി. ഹലോ ഹായ്, ഞാനുണ്ട്, ബാബുണ്ട്, സുനിമോനുണ്ട്. നമ്മളിങ്ങനെ കാറിലിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഗ്യാങ് ഹൗസിന്റെ സൈഡിലോട്ട്. മാളക്കുട്ടി ഇറക്കി വിട്ടാ? മടിയിലിരിക്കുന്ന നിന്റെ ആര്? മാളക്കുട്ടി നമ്മുടെ കയ്യിലില്ല. ചന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അലീന ഉണ്ട്. അലീന അല്ല ഇപ്പൊ അല്ലേ? അല്ല. 1v2 അടിക്കുന്നതാണ് ഞാൻ നടക്കട്ടെ, നിങ്ങള് ഫ്രീ ആകുമ്പോ പറഞ്ഞാൽ മതി. ഹലോ ഹലോ ബോബെ മോനെ, എടാ ഒരു മിനിറ്റ് ബോബെ, ഒരു മിനിറ്റ്, ഒരു കോള് പണ്ട് നമ്മുടെ MO RB സിറ്റിയിൽ ഉള്ളത് പോലെ MRG ഈഗിളിൽ ജോയിന്റ് നീട്ടിക്കണേ സെറ്റപ്പ് ഇട്ട് വരാൻ പറ്റുമോ? അന്നാ മാത്രം എന്നെ പേര് കണ്ടാൽ എന്നെ ഓർക്ക തുടങ്ങി. അങ്ങനെയുള്ളവന്മാര് അല്ല മലയാളി സിറ്റിയിൽ മലയാളി എത്ര പ്രാവശ്യം വിളിച്ചിട്ട് നോക്കി നോക്കിയേ, വന്നില്ല. അപ്പുറം എന്റെ അടുത്ത് ഒരു കോൾ പോലും വന്നിട്ടില്ല. മിസ് കോൾ പോലും കാണിക്കുന്നില്ല. മിസ് കോൾ പോലും. മലി എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇതേ കാര്യം കേസിൽ എന്റെ അടുത്ത് പറഞ്ഞ മലയാളി ഞാൻ വിളിച്ചത് ഒന്നും കാണിക്കില്ല. എന്തോ പ്രശ്നമുണ്ട് മലയാളി എന്റെ ഫോണില്. കാണിക്കാത്തന്റെയാണ് ഞാൻ. എന്തായാലും കുഴപ്പമില്ല. ഇന്നോട്ട് ബോബാണ് എന്റെ കോംബോ. കോംബോ വേണ്ട, ഞാൻ ബാക്ക് സീറ്റ് മിണ്ടായിരുന്നോളാം. ഇല്ല എനിക്ക് ബോബ് ഓക്കെടാ. എനിക്ക് ബോബ് ഓക്കെ. ഭാര്യയും ഭർത്താവും അല്ലല്ലോ മലയാളി. എന്നാലും ഈ ബോബ് ഓക്കെയാ. ബോബിന്റെ ബൂയും വാസുവിന്റെ സൂവും ബോസു. വേറെ സായ സുഖമായിട്ട് വേറെ എവിടെയെങ്കിലും കൊരുത്തിരിക്കാതിരുന്നാ നോക്കിക്കോളാം കേട്ടാ. ശരി. കന്നി മാസല്ലേ മള്ളി? എവിടെ ഉണ്ട് മള്ളി? കാലിന്റെ ഇടയില് മള്ളി. വേറെ ഒന്നും കിട്ടിയില്ലെന്ന് വന്നു കഴിഞ്ഞാൽ, ഒന്നും കണ്ടില്ലെന്ന് വന്നു കഴിഞ്ഞാൽ മേലോട്ട് നോക്കണം. ആ ബലിഷ്ടം അത് ഞാനാണ്. അവന്റെ ഡയലോഗ്. റെഡി പിടിച്ചതാണ്. വീട് കണ്ടില്ല. എന്ത് ഇവിടെ ചന്ദ്രൻ എവിടെ? അവിടെ രണ്ടിനോടെ പിടിച്ചെന്ന്. എവിടെ? ഫണ്ടിലിരിക്കുന്നു. പീഡിയുടെ ഫണ്ടില്. പീഡി ബാക്കിലാണ്. ചെറിയ വിഷയം ഉണ്ട്. പീഡി എന്ന് പറഞ്ഞാൽ ഏത് പീഡിയാ? നിനക്ക് ഏത് പീഡി പോണത്? മെയിൻ പീഡി അല്ലേ? മെയിൻ പീഡി. ഓ, പിന്നെ പീഡി മാറ്റിയാ? ഇല്ല 8 വർഷം അവിടെ തന്നെ. 8 വർഷമായിട്ട് അവിടെ തന്നെ. ചെറിയൊരു വിഷയമുണ്ട്. ചന്ദ്രനെ അലീനോടെ പോലീസ് ചേസിംഗ് ആണ്. എവിടെ ഇട്ട്? ഇപ്പൊ PD വേഴ്സസ് TVA ഉടനെ ഉണ്ട്. പിന്നെ പെണ്ണുങ്ങളെ കൊണ്ട് ഇറങ്ങാൻ പോകരുത്. ഈ ലൊക്കേഷൻ ഇട്ടോ, ഞാൻ അപ്ഡേറ്റ് ലൊക്കേഷൻ ഇട്ടോ. അപ്പടപ്പൻ ഇട്ടോ. ബാബുച്ചി ബാബുച്ചേട്ടാ. ബാബുച്ചേട്ട് അലീനെ ചന്ദ്രനെ അല്ല, ഇത് ബോട്ടാണ്. സേവ് പിന്നെ അലീനെ സാറേ അല്ല ബാബുച്ചേട്ട്, നമ്മുടെ അലീനെ ചന്ദ്രനോട് റെയ്ഡി പിടിച്ച് ചേസിങ്. ഇപ്പൊ അവര് എവിടെ ചോദിക്കേ? ഞാൻ ലൊക്കേഷൻ ബാബുച്ചേട്ടൻ ഇപ്പൊ അയച്ചുതരാം. അണ്ണാ ബാക്കോട്ട് എവിടെയാണ്? ഇവിടെ രണ്ടും കൂടെ. അണ്ണാ ഞാനേ പോലീസ് കാറിൽ ചേസിങ്. അണ്ണ എവിടെ? നീ എവിടെ? ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ വരാം. അണ്ണാ ഞാൻ 8253 8253 മാർക്ക് ബോബേ. അല്ല സ്ഥലം 8253 ഹലോ മലയാളോ? മലയാളി ഡാഡിയുടെ ബാറ്ററി തീർന്നിരിക്കാൻ മലയാളി, അതാണ് ലേറ്റ് ആയിട്ട് കയറേ.
ചാർജ് ചെയ്തില്ലായിരുന്നു. ആരെണ്ണ മരിച്ച? ആരും മരിച്ചില്ല. ശവത്തിന്റെ ശബ്ദം കേട്ട്. ചന്ദ്രയല്ലേ ഇപ്പൊ കറക്റ്റ് എവിടെയാന്ന് പറ. 8238 ഇപ്പൊ അങ്ങോട്ടൊരു കാർ പോയാണോ? ആ പോലീസുകാരൊക്കെ ചീർപ്പാഞ്ഞ് കിടപ്പുണ്ട്. ആണോ? ഓക്കെ അപ്പൊ അതല്ല. ഞാൻ പറയാം കറക്റ്റ് പറയാം 8235 ലൊക്കേഷൻ ഒന്നിട്ട് നമ്മളങ്ങ് വന്നോളാം. ഓക്കെ ഓക്കെ. എന്റെ മാപ്പ് വർക്കാവല്ലോ, എസ്കേപ്പ് വർക്കല്ല. അപ്പൊ നീ ഇപ്പൊ മാർക്ക് ചെയ്തേക്കുന്നത് എന്തുവാ? അല്ല അത് കൈതട്ടി മാർക്കായത്. ഞാൻ അവിടെ വരെ ഭയങ്കര ബഹളം. ഹെലികോപ്റ്റർ സൈലൻസർ ചോട്ടിക്കാൻ പറ്റില്ല. എനിക്ക് ചന്ദ്രൻ ആയതുകൊണ്ട് കുറച്ചൊരു പേടിയുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇറങ്ങി ഒന്ന് അടിച്ചു വെച്ചോട്ടെ. ലൊക്കേഷൻ കിട്ടി, ഞാൻ ഗ്രൂപ്പിലിട്ടേ. ഓ അങ്ങോട്ട് എത്തിയല്ലേ? അങ്ങനെ കണ്ടറിനെ അടിക്കണോ? എന്തിന് കണ്ടറിനെ അടിക്കണം കേട്ടാ. നീ വണ്ടി കയറാൻ പോവേ. രണ്ടിനോട് എവിടെയെങ്കിലും 69 അടിച്ചു പറഞ്ഞിട്ട് അല്ല പാട്ട് എന്താടാ? അല്ലല്ല അത് വേറെ കണക്ക് 69 രൂപ എനിക്ക് തരാണ്ട്. 69 രൂപ. ഓ കണ്ടാ ഇല്ല എത്തിയാ നമ്മളിവിടെ അടുത്തന്നെ ഉണ്ടായിരുന്നു കേട്ടാ. അതെ കണ്ടേ ബാക്കിൽ കേട്ടിട്ട് ഇടവേണ്ട മുടുക്കിലോട്ട്. എന്താണ് മുടുക്കിലേ കയറി? അണ്ണാ എന്തിനാണ്? അല്ല എന്ത് പരിപാടി? എന്ത് അണ്ണാ പരിപാടി? എന്നോട് കയറി കഴിഞ്ഞാൽ കൂടെ ചില്ലിങ് ആയിരിക്കും. കയറണ്ണ. നിന്റെ കൂടെ കയറിയിട്ടാ? പോലീസ് വണ്ടിയില്ല അണ്ണാ ഒരു പ്രശ്നമില്ല. അണ്ണന് ബാബും കയറും. ഞാൻ കുറച്ച് നിങ്ങളെ കുറച്ച് ഞാൻ ബോബിന്റെ കൂടെ. ശരി ബോബിന്റെ കൂടെയാ? ബോബിടെ കയറി. അണ്ണാ എന്തിനാ അണ്ണാ? ബോബിടെ കയറി. നമുക്ക് 4 സീറ്ററിൽ പോയാലാ? കുറച്ചും കൂടെ വേണ്ട. ചെറിയ വിഷയം ഉണ്ടോ? അലീന ഇവിടെ കയറിക്കോ. അലീന വാ. അങ്ങനെ അലീന ഇവിടെ കയറിക്കോ. എടാ ബോബെ, അലീന കയറിയത് നിന്റെ അടുത്ത് പറഞ്ഞ ബോബിയുടെ അടുത്ത് പറഞ്ഞു. ബോബിന്റെ അടുത്ത് എന്നെ ബാബൂട്ടൻ വിളിച്ചിട്ടില്ല. ബോബു മോനോ ചന്ദ്രനെ പഠിച്ച കളിയാണ് എനിക്കറിയാം. അതുകൊണ്ട് ചന്ദ്ര ഞാൻ ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞൊരു കാര്യം വോട്ടിന്റെ തോളത്ത് എനിക്ക് വയ്യ. ബോബൻ നിനക്ക് നടുവേണ്ട ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞ പോണ്ടേടാ. ഇല്ല കോച്ച് പിടിച്ചത് മാറി. ഒപ്പിലേക്കല്ലേ ബോബ് മുകളിലെ എലിക്കിട്ട് അടിച്ചായിരുന്നു. അവര് ബിൽഡിങ്ങിന്റെ മുകളിൽ നിർത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഒന്നിറങ്ങി വണ്ടിയില് കൺഫേം അടിയായിരുന്നത്. ഏത് ടൈമിങ് അത്ര അതൊക്കെ നമ്മള് വെച്ചേക്കണില്ലേ എണ്ണം വണ്ടിയുണ്ട്. വാർത്തോട്ട് കണ്ണു പോയേട്ടാ. ഇതെന്തിനു ബാക്കിലോട്ട് അടി കിട്ടിയപ്പോ തല ഇറങ്ങിയ തിരിച്ചങ്ങോട്ട് പോയല്ലേ അവനെ അടിച്ച് അരിപ്പിടും. 21 പീഡിയ 4 പേര് മോഞ്ചി അത്ര ഭാവിച്ചാൽ നമ്മളെ അടിക്കും. ചോദിച്ചിട്ട് വാസന എന്തിനാ അടിച്ചെന്ന്? കണ്ണുപോയി മനസ്സിലായി നമ്മളാണെന്ന്. ഫ്രണ്ടിലത്തെ ചന്ദ്രനാണ്. ഫ്രണ്ടിൽ ചന്ദ്രനല്ലേ പീഡിക്കാരനോട് കയറി പോയല്ലെന്നാ കൊണ്ടുപോയി ലാത്തിക്ക് കിട്ടും. കേസില്ല ഇപ്പൊ അതിന്. അലീന നമുക്ക് എന്തോ സുഖം. നമ്മളിങ്ങനെ സിംഗിൾ ആയിട്ടൊക്കെ നിങ്ങള് കപ്പിൾസിനൊക്കെ അല്ലേ സുഖമൊക്കെ ഉള്ളു. എന്തോ ആണല്ലേ? ചന്ദ്രൻ എങ്ങനെ ആള് എങ്ങനെയുണ്ട്? റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെ പോണ്? അതല്ല വണ്ടി ചേസ് ചെയ്യാൻ പാടില്ല. ഓ പറഞ്ഞേട്ടാ അടിച്ചറിഞ്ഞാ പോലെ ഡിപ്പേർ ചെയ്താ ബാക്കിൽ ചന്ദ്രനെ നമ്മളില്ല കണ്ടാ മതി വണ്ടി വിട്ടാ. അലീന പോയി കയ്യിന്ന്. അലീന എന്റെ കൂടെ ഉണ്ട്. എന്റെ അവിടെ ഉണ്ട്. കിടക്കണ എക്സടിച്ച് കിടക്കണേ. അവള് അങ്ങനെയാണ് പോലീസ് കണ്ട അപ്പ കിടക്കും. സാറേ ഒരു സ്ത്രീ വണ്ടിയിലുണ്ട്. വീട്ടിൽ പോരാ. ലൈവായിട്ട് അടിച്ചു തോക്കിന്റെ 10 അടിച്ചു നോണ്ടാ.
അത് ചന്ദ്രനെ ബോട്ടത് അത് ബോട്ട് നമുക്ക് പയ്യെ ചന്ദ്രനെ വിറ്റ് കളിക്കാം. ഞാൻ ഉടുപ്പൂരട്ടോ അന്ന് നിർത്തിയിട്ട് ഞാൻ ഉടുപ്പൂരായിരുന്നു. ചന്ദ്രനെ വില കിട്ടും അണ്ണ വണ്ടി എടുത്ത് ഞാൻ സാറേ മെയിൻ ഹോസ്പിറ്റലിലോട്ടുള്ള വഴി ഏതാ സാറേ? നേരെ പോയി റൈറ്റ് സാറേ. എന്റെ ഭാര്യ സാറേ നേരെ പോയി റൈറ്റ് പോയിട്ട് അവിടെ ലെഫ്റ്റ്. ഓക്കെ സാറേ. സാറേ പെട്ടെന്ന് ലീവ് ചെയ്യണം സാറേ. ഇതെന്താ ഇവിടെ എന്താ പ്രശ്നം എന്താ സാറേ? സാറേ ഒന്ന് ലീവ് ചെയ്യണം. ഓക്കെ സാറേ. ഈ കള്ളന്മാരെയൊക്കെ കൊന്ന് കഴിച്ചു വിടും സാറേ. രാവിലെ കട്ട് മോട്ടിച്ച് തിന്നെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. കട്ട് മോട്ടിച്ച് കരിപ്പോട്ടി കള്ളൻ ഒന്ന് മാറോ സാറേ. സാറേ ബംഗാളിന്ന്